ഹലോ മൈ ഡിയേഴ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈസെക്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 107 വരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 3 and 4 ആണ്. ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം സെക്കൻഡ് പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ തേർഡ് ആൻഡ് ഫോർത്ത് പ്രോബ്ലം പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പ്രോബ്ലംസൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ഇതിൽ പേജ് നമ്പർ 107 വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ 1-2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ് വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് ചെയ്ത് ഇപ്പോൾ ചെയ്യാം. ഓക്കെ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2.75 ആണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വരയ്ക്കേണ്ടത്? 2.75 സൈഡ് വരുന്ന ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. നമുക്കറിയാലോ, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുക, അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് 2.75 ആണെങ്കിൽ എല്ലാ സൈഡും 2.75 തന്നെയായിരിക്കും, അല്ലേ? ഈ 3 സൈഡുകളും 2.75 ആണ്. അപ്പോൾ നമുക്കിത് വരയ്ക്കണമെങ്കിൽ നമ്മുടെ സ്കെയിലിൽ 2.75 ഇല്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? ഇതിൻ്റെ ഡബിൾ എടുക്കും, അല്ലേ? അപ്പോൾ 2.75 × 2 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 5.5 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ 2 വട്ടം പ്ലസ് ചെയ്താലും മതി. 2.75 + 2.75, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0. 7 7 14 പ്ലസ് 1 ചെയ്യുമ്പോൾ 5 ഇവിടെ വരും. ബാക്കി റിമൈനിങ് 1 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. അതായത് 5.5 എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ലെങ്ത്ത് നമുക്ക് സ്കെയിലിൽ മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഡബിൾ എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് 5.5 കിട്ടില്ലേ? അതിൻ്റെ ബൈസെക്ടർ വരച്ചാൽ നമുക്കതിൽ ഒരു കഷ്ണം നമുക്ക് ഈ 2.75 കിട്ടുമല്ലോ. അത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തൂടെ? ഓക്കെ, നമുക്കൊന്ന് വരച്ച് നോക്കാം, അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ 5.5 വരയ്ക്കാം. അപ്പോൾ നമ്മൾ സ്കെയിൽ എടുക്കുക, 5.5 വരയ്ക്കാം. സ്കെയിൽ വയ്ക്കുക. 5.5 ഉള്ള ലെങ്ത്തുള്ള ഒരു ഇതിന് നമുക്ക് എ ബി എന്ന് പേര് കൊടുക്കാം. ഇപ്പോൾ 5.5 ആണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇനി ഇതിൻ്റെ എന്ത് ചെയ്യണം? നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം, അല്ലേ? പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ പ്രത്യേകത എന്താ? അത് ആ ലൈനിനെ 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റും. അപ്പോൾ അതിലൊരു പാർട്ട് എന്തായാലും നമുക്ക് എന്ത് കിട്ടും? 2.75 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഈ ലെങ്ത്തിൻ്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത്ത് എടുക്കുക കോമ്പസിൽ. എന്നിട്ട് മുകളിലേക്ക് നമ്മളൊരു ആർക്ക് കൊടുക്കുക, താഴേക്കും ഒരു ആർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഇതേ ലെങ്ത്ത്, ഇതിലെ മെഷർമെൻറ്റ് മാറ്റണ്ട. ഇപ്പോൾ ബിയിൽ കുത്തിയിട്ടല്ലേ നമ്മൾ വരച്ചത്. ഇനി എയിൽ നമ്മൾ കുത്തി വെച്ചിട്ട് മുകളിലും ഒരു ആർക്ക് കൊടുക്കുക, അതുപോലെ തന്നെ താഴെയും ഒരു ആർക്ക് കൊടുക്കുക. അപ്പോൾ എന്തായി? അപ്പോൾ നമുക്ക് 2 ആർക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടിയ പോയിൻറ്റ്സ് കിട്ടും, അല്ലേ? അത് നമ്മളിവിടെ യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ യോജിപ്പിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലൈൻ ഉണ്ടല്ലോ, ലൈൻ എ ബീനെ അതെന്തായിട്ട് ആക്കിയിട്ടുണ്ടാവും? 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് നമുക്ക് 2.75 എന്ന് കിട്ടും, ഇതും നമുക്ക് 2.75 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ള ലെങ്ത്ത് ഇവിടെ കിട്ടിയില്ലേ? ഇനി ഈ ലെങ്ത്തിനെ നമ്മൾ കോമ്പസിലെടുക്കുക, ഈ ലെങ്ത്തിനെ കോമ്പസിലെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെയോ ഈ സൈഡിലോ വരയ്ക്കാം ട്രയാങ്കിൾ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 2.75 വെച്ച് ഈ പോയിൻ്റിൽ നിന്ന് നമ്മൾ ഇപ്പോൾ 2.75 കറക്റ്റ് എടുക്കുക. 2.75 എടുത്തു. ആ ലെങ്ത്ത് വെച്ച് നമുക്ക് ഇവിടെ നിന്നും ഒരു ആർക്ക് കൊടുക്കുക. അതുപോലെ ഈ പോയിൻ്റിൽ നിന്ന് ഈ നടുക്കിലത്തെ ഓ ഇല്ലേ, അതായത് ഇത് നമുക്ക് ഓ എന്ന് കൊടുക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? അടുത്ത ഈ കോമ്പസ് കുത്തി വെച്ചിട്ട് നമ്മളൊരു ആർക്ക് കൊടുക്കേണ്ടത്. ഒന്ന് ഇവിടെ നിന്നും ഒന്ന് ഈ നടുക്കിലത്തെ ഈ ഓ എന്ന് പറയുന്ന പോയിൻ്റ്. കാരണം ഈ ലെങ്ത് ആണല്ലോ 2.75 വരുന്നത്. നമുക്ക് എന്നിട്ട് ഈ കിട്ടുന്ന പോയിൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ബി ആയിട്ടും ഈ ഒ ആയിട്ടും യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ എന്താണ്? ബി ആയിട്ട് യോജിപ്പിക്കുക, ഒ ആയിട്ടും യോജിപ്പിക്കാം. ഈ പോയിൻറ്റിന് നമുക്കൊരു പേര് കൊടുക്കാം. എന്ത് കൊടുക്കാം? സി എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഈക്വിലാറ്റർ, ഇപ്പോൾ ഇത് നമ്മൾ എത്ര എടുത്തത്? 2.75 എടുത്തിട്ട് തന്നെയാണ് ഇത് രണ്ടും നമ്മളിപ്പോൾ വരച്ചത്, അല്ലേ? അപ്പോൾ ഇതെന്താ? ഇതാണ് നമ്മുടെ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതായത് സൈഡ് 2.75 വരുന്ന ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്കിവിടെ കിട്ടി. ഏതാണ്?
COB. Triangle COB is a equilateral triangle. മനസ്സിലായല്ലോ നിങ്ങൾക്ക് വരയ്ക്കാൻ? നമ്മൾ സ്ക്വയർ വരച്ചതാണ്, അതുപോലെ ഇവിടെ പകരം നമ്മൾ എന്താ വരയ്ക്കുന്നത്? ട്രയാങ്കിൾ, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഈ കിട്ടുന്ന ലെങ്ത്തിനെ കോമ്പസിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ആർക്ക് വരച്ച് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 2.75 ലെങ്ത്തുള്ള ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണത് വരയ്ക്കുന്നത്. ഇനി അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. അടുത്തത് 4th പ്രോബ്ലം. എന്താണ് ക്വസ്റ്റ്യൻ? ട്രയാങ്കിൾ ഓഫ് ഏരിയ 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് വൺ സൈഡ് 4.5 സെൻറ്റിമീറ്റർ. അതായത് ഒരു ട്രയാങ്കിൾ, അതിൻ്റെ ഒരു സൈഡ് എത്രയാണ്? ഒരു സൈഡ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 4.5 സെൻറ്റിമീറ്റർ. പിന്നെ അതിൻ്റെ ഏരിയ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണല്ലേ. ഹാഫ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ ബേസ്, എച്ച് അതിൻ്റെ ഹൈറ്റ്. ഇതാണ് ഇതിൻ്റെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുണ്ട് 9 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഏരിയ തന്നിട്ടുണ്ട് 9 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 9 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇങ്ങനെ എഴുതാം. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 9 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അടുത്തത് നമുക്കവർ തന്നിട്ടുണ്ട്. ഇനി ലെങ്ത്ത് തന്നിട്ടുണ്ടല്ലോ ഒരു സൈഡിൻ്റെ. അപ്പോൾ ലെങ്ത്ത് ഓഫ് വൺ സൈഡ് എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 4.5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ് എന്ത്? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. അതായത് ഹാഫ് ഇവിടെ കൊടുക്കുക ഇൻറ്റു ബേസ്, അതായത് ഒരു സൈഡ് നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്കതിനെ ബേസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു സൈഡിനെ നമ്മൾ 4.5 എന്ന് കൊടുത്തു. ഇനി അതായത് 4.5 ഇനി ഇൻറ്റു ഹൈറ്റ് നമുക്കറിയോ? ഇല്ല. അപ്പോൾ ആ ഹൈറ്റ് നമ്മൾ അങ്ങനെ തന്നെ ഇടുക. ഇസിക്വൽ ടു ഏരിയ നമുക്കറിയാലോ, അവർ തന്നിട്ടുണ്ട് എത്രയാ? 9 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ അതവിടെ നമ്മൾ 9 എന്ന് കൊടുക്കാം. മനസ്സിലായല്ലോ? ഇനി ഇതിന് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ എങ്ങനെ കാണാം? ഹൈറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിത് വരയ്ക്കുകയാണ് വേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ഈ ഹൈറ്റ് കണ്ടുപിടിച്ചാലേ നമുക്ക് ഈ ട്രയാങ്കിളിനെ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എങ്ങനെ കിട്ടും? ഇതിനൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. അപ്പോൾ 9 ഇവിടെ ഉണ്ട്, ഈ 2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു 2 ആവും. ബൈ ഇത് മുകളിലല്ലായിരുന്നേ, ഇവിടെ ഇൻറ്റു ആയതൊക്കെ ഇവിടേക്ക് വരുമ്പോൾ ഡിവിഷനാവും. ഇവിടെ ഡിവിഷനായത് ഇവിടേക്ക് വരുമ്പോൾ ഇൻറ്റു ആവും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി അപ്പോൾ ഈ 4.5 താഴെ വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇത് 9ൻ്റെ പകുതിയല്ലേ ഈ 4.5 എന്ന് പറഞ്ഞാൽ. കാരണം 4.5 + 4.5 ആണ് 9 അല്ലേ. അപ്പോൾ ഇതിൽ 2 വട്ടം പോവും. ബാക്കി 2 × 2 4 സെൻറ്റിമീറ്റർ എന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ഹൈറ്റ് കിട്ടുക. ഇനി ഇങ്ങനെ വെട്ടി ചെറുതാക്കാൻ അറിയാത്തൊരു 9 × 2/4.5, അതായത് 18/4.5 അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല. എന്നിട്ട് 18നെ 4.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും എളുപ്പം എന്താണ്? ഇത് അപ്പം തന്നെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ചെയ്യുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം 4.5ൻ്റെ ഡബിളാണ് 9 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് 4.5നെ ഇൻറ്റു 2 ചെയ്യുമ്പോഴാണ് നമുക്ക് 9 കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ 2 എഴുതാം. ബാക്കി ഇവിടെ 2 × 2 4 അങ്ങനെ കിട്ടും. അങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മാത്സൊക്കെ ചെയ്യുമ്പോൾ ഈസി മെത്തേഡിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്കിങ്ങനെ വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ നമുക്ക് അപ്പോൾ നമുക്ക് ആ നമ്പറിനെ ചെറുതാക്കിയിടുകയാണ് നല്ലത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി നമുക്കിത് വരച്ചെടുത്തൂടെ? ഈ ട്രയാങ്കിളിനെ നമുക്ക് വരയ്ക്കാം അല്ലേ. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ബേസ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 4.5 അല്ലേ. ബേസ് നമ്മൾ എടുത്തിരിക്കുന്നത് 4.5 ആണ്. അപ്പോൾ നമ്മളിവിടെ 4.5 മെഷർ ചെയ്തെടുക്കാം. 4.5 നമ്മളിവിടെ സ്കെയിലിൽ 4.5 എടുത്തു. അപ്പോൾ ഇത് 4.5 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുത്ത് മുകളിലേക്കും താഴേക്കും ഒരു ആർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലും മുകളിലേക്കും താഴേക്കും ഒരു ആർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി അത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്യിക്കുക. നമ്മൾ ലൈൻ കുറച്ച് നീട്ടി വരച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഈ പോയിൻ്റിൽ നിന്ന് മുകളിലേക്കും താഴേക്കും കുറച്ച് ഇങ്ങനെ നീട്ടിപ്പോയാലും കുഴപ്പമില്ല. കാരണം നമുക്കിവിടെ എന്താണ്? ഒരു 4 സെൻറ്റിമീറ്റർ അല്ലേ നമുക്കിതും എടുക്കേണ്ടത്. കാരണം നമ്മൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചത്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ
ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്, അപ്പോൾ നമ്മളിതിനെ എ ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 4 സെൻറ്റിമീറ്റർ എടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ 4 സെൻറ്റിമീറ്റർ എടുത്തില്ലെങ്കിൽ നമുക്ക് കോമ്പസ് വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ നേരിട്ട് സ്കെയിൽ വെച്ച് 4 സെൻറ്റിമീറ്റർ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇതാ ഈ ഒ തൊട്ട് ഈ പോയിന്റ് വരെ എത്രയാണ്? ഈ പോയിന്റിന് ഞാൻ സി എന്ന് കൊടുക്കാം. അവിടെ വരെ എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അതാണ് നമ്മൾ കണ്ടുപിടിച്ച ഹൈറ്റ് അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് 4.5, ഹൈറ്റ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 4 സെൻറ്റിമീറ്റർ എടുത്ത് സി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. ഇനി ആ പോയിന്റ് തമ്മിൽ യോജിപ്പിച്ചാൽ മതി. ഏത്? സിയും ബിയും തമ്മിൽ യോജിപ്പിക്കുക. അതുപോലെ ഈ സിയും എയും തമ്മിൽ യോജിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിയും എയും തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഏരിയ 9 സെൻറ്റിമീറ്റർ സ്ക്വയറുള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ ട്രയാങ്കിളിൻ്റെ ബേസ് 4.5ഉം ഹൈറ്റ് 4 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവരും വരച്ച് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 107 കൊടുത്ത ആ ആക്ടിവിറ്റിയിൽ വരുന്ന 4 പ്രോബ്ലംസും നമ്മൾ ചെയ്തു. ഇനി നമുക്കൊരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണ് ബൈസെക്ടർ വരയ്ക്കുക എന്ന് പഠിച്ചു. അത് വെച്ചിട്ട് എങ്ങനെയാണ് സ്ക്വയർ, ട്രയാങ്കിൾ അങ്ങനത്തെ ഷേപ്സൊക്കെ നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്ന് പഠിച്ചു അല്ലേ? അതായത് സ്കെയിലെടുക്കാൻ പറ്റാത്ത മെഷർമെൻറ്റുകളെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ സ്ക്വയറും ട്രയാങ്കിളൊക്കെ നമുക്ക് വരയ്ക്കാമെന്നാണ് നമ്മൾ നോക്കിയത് അല്ലേ? അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ നമുക്ക് മനസ്സിലായോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഡ്രോ എ സ്ക്വയർ വിത്ത് സൈഡ് ലെങ്ത്ത് 1/4 സെൻറ്റിമീറ്റർ. അതായത് സ്ക്വയറാണ് വരയ്ക്കേണ്ടത് നമുക്ക് അല്ലേ? അപ്പോൾ സ്ക്വയർ വരയ്ക്കണം. ഈ സ്ക്വയറിൻ്റെ ഓരോ സൈഡും 5 and 1/4 ആണ്. അപ്പോൾ എല്ലാ സൈഡും അത് തന്നെയായിരിക്കും അല്ലേ? 5 and 1/4 തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇതാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 5 and 1/4 എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? നമ്മൾ ഡെസിമലിൽ എഴുതുമ്പോൾ ഇത് ഫ്രാക്ഷനാണ് അല്ലേ? ഡെസിമലിൽ എഴുതുമ്പോൾ നമുക്കറിയാം ഈ കാലെന്ന് പറയുന്നത് 1/4 എന്ന് പറയുന്നത് 0.25 ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു 1/4 എന്ന് പറഞ്ഞാൽ അത് 0.25 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ അത് 0.50, അതായത് ഹാഫ്. അതുപോലെ 3/4 എന്ന് പറഞ്ഞാൽ 0.75 ആണെന്ന്. ഈ വാല്യൂസ് നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കണം. കാരണം എന്നാലേ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഈ 1/4നെ നമുക്ക് 0.25 എന്ന് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതാണ് നമുക്ക് ഇത് സൈഡ് വരുന്ന സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 5.25 നമ്മുടെ ഇല്ലല്ലോ. നമുക്ക് 5.5 ആണെങ്കിൽ ഓക്കെ, നമ്മൾ അരയൊക്കെയാണ് നമ്മുടെ സ്കെയിലുള്ളൂ അല്ലേ? അപ്പോൾ ഈ 0.25 നമുക്ക് സ്കെയിലെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 5.25ൻ്റെ ഡബിൾ എടുക്കും. ഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇരട്ടി അല്ലേ? അതായത് 5.25ൻ്റെ ഇരട്ടി എത്രയാണ് വരിക? 10.5 എന്ന് വരും. 10.5 അല്ലേ? 5.25 + 5.25 നമുക്ക് 10.5 അല്ലേ വരിക? ഇനി ഇത് ഇങ്ങനെ ചെയ്യാൻ പെട്ടെന്ന് അറിയാത്തവരാണെങ്കിൽ ഈ 5.25നെ 2 വട്ടം ആഡ് ചെയ്താൽ മതി. അതുതന്നെയാണല്ലോ ഡബിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 5 5 10, 0 ബാക്കി 1, 2 2 4 1 5, 5 5 10. 10.50 എന്ന് പറഞ്ഞാൽ 10 തന്നെയാണ്. ഇപ്പുറത്തുള്ള പോയിൻ്റ് കഴിഞ്ഞിട്ട് ഈ 5 ഇപ്പുറത്ത് 0 വരുമ്പോൾ അതിന് വലിയ വാല്യൂ ഇല്ല. നമ്മളിങ്ങനെയാണ് എഴുതാറ് അല്ലേ? അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ സ്ക്വയറിനെ വരച്ചെടുക്കാം. എന്ത് ചെയ്താൽ മതി? ഈ 10.5 ലൈൻ വരച്ചിട്ട് അതിൻ്റെ ബൈസെക്ടർ വരച്ചാൽ മതി. അപ്പോൾ ഒരു കഷ്ണം നമുക്ക് 5.25 എന്ന് കിട്ടും അല്ലേ? എന്നിട്ട് പിന്നെ നമുക്കതിന് സ്ക്വയർ വരച്ചെടുത്താൽ പോരെ. അപ്പോൾ ഞാനത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിതുപോലത്തെ പ്രോബ്ലം മുമ്പ് ചെയ്തതാണ്. എന്നാലും നിങ്ങൾക്കൊന്നും കൂടെ ഒന്ന് തറോ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ലെങ്ത്ത് വരയ്ക്കണം? ആദ്യം നമ്മൾ വരയ്ക്കേണ്ടത് ഈ 10.5 ആണ്. കാരണം അത് നമുക്ക് സ്കെയിലെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ 10.5 വരയ്ക്കുക. 10.5 ഇവിടെ വരും. ഇതാണ് 10.5 ഉള്ള ലൈൻ. ഇതിന് ഞാൻ എ ബി എന്ന് പേര് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ലൈനിൻ്റെ പകുതിയേക്കാൾ കൂടുതൽ ലെങ്ത്ത് എടുക്കുക. ഇവിടെ വരെ എടുക്കുക. എന്നുവെച്ചാൽ പകുതിയല്ല, അതിനേക്കാളും കുറച്ച് കൂടുതൽ ലെങ്ത്ത് എടുക്കുക. മുകളിലേക്കൊരു ആർക്ക് കൊടുക്കുക, താഴേക്കൊരു ആർക്ക് കൊടുക്കുക. ഇനി ഈ ബി എന്ന് പറയുന്ന പോയിന്റിലാണ് ഇപ്പോൾ നമ്മൾ കുത്തി വരച്ചത്. ഇനി എയിൽ കോമ്പസ് കുത്തിയിട്ട് ഇതുപോലെ മുകളിലേക്കൊരു ആർക്ക്, താഴേക്കൊരു ആർക്ക്. ഓക്കെ, ഇനി ആ പോയിൻറ്റ്സുകൾ തമ്മിൽ എന്ത് ചെയ്യാം? നമ്മൾ യോജിപ്പിക്കാം. ഈ പോയിൻറ്റും
ഈ പോയിൻറ്റും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ഇതെന്തായി? ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആരുടെ എ ബി എന്ന് പറഞ്ഞ ലൈൻ്റെ. ഈ എ ബിനത് ഇപ്പോൾ 2 ഈക്വൽ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്ന് എത്രയാണ്? 5.25, ഇതും 5.25. ഇതല്ലേ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത്. അതായത് ഇതിന് O കൊടുക്കുകയാണെങ്കിൽ O തൊട്ട് B വരെ അല്ലെങ്കിൽ O തൊട്ട് A വരെയുള്ള ലെങ്ത്താണ് നമ്മുടെ സ്ക്വയർ വരയ്ക്കാൻ നമുക്ക് ആവശ്യം. കാരണം നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ് അതാണ് അല്ലേ. അപ്പോൾ ആ ലെങ്ത്ത് നമുക്ക് അളന്നെടുക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കാം. കോമ്പസ് വെച്ച് ഈ Oന്ന് B വരെയുള്ള ലെങ്ത്ത് കോമ്പസിൽ ഇതുപോലെ എടുക്കാം. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കോമ്പസിലെ ലെങ്ത്ത് എത്രയാണ്? 5.25 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ബിയിൽ കുത്തിയിട്ട് മുകളിലേക്ക് ഒരു ആർക്ക് കൊടുത്ത് വയ്ക്കുക. അതുപോലെ ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് കൊടുക്കുക. O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ആർക്ക് കൊടുക്കുക. അപ്പോൾ ഈ O എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ആർക്ക് കൊടുക്കുമ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, ആ ആർക്കും ആ ലൈനും തമ്മിൽ അതിന് നമുക്ക് ഒരു പോയിൻ്റായിട്ട് എടുക്കാം. സി എന്ന് കൊടുക്കാം. ഇനി ഇപ്പം നമുക്ക് കിട്ടിയ ഈ സി ഉണ്ടല്ലോ, ഈ ലെങ്ത്ത് നമ്മൾ ഒരിക്കലും മാറ്റരുത്. 5.25, കാരണം എല്ലാ സൈഡും 5.25 ആണ്. ഇനി ഈ സിയിൽ കുത്തിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഒരു ആർക്ക് കൊടുക്കുക. നമ്മൾ നേരത്തെ ഈ ബിന്ന് വരച്ച് ഒരു ആർക്ക് കൂടെ വരച്ച് വെച്ചിട്ടില്ലേ, ആ ആർക്കിലേക്ക് ഈ സിന്ന് ഒരു ആർക്ക് കൊടുക്കുക. ഈ ലെങ്ത്ത് തന്നെ കേട്ടോ, ലെങ്ത്ത് മാറ്റരുത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും അല്ലേ, കൂട്ടിമുട്ടണുണ്ടല്ലേ ആർക്ക്. അതിനെ നമുക്ക് ഡി എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് 4 പോയിൻറ്റ്സും കിട്ടിയല്ലോ. O ഉണ്ട്, B ഉണ്ട്, D കിട്ടി, C കിട്ടി. അപ്പോൾ ഇതിനെ യോജിപ്പിച്ചെടുത്താൽ നമുക്ക് ആവശ്യമുള്ള സ്ക്വയർ കിട്ടും അല്ലേ. നമുക്കതൊന്ന് യോജിപ്പിക്കാം. സിയും പിന്നെ നമുക്കിപ്പോൾ കിട്ടിയ D എന്ന് പറയുന്ന പോയിൻ്റ് യോജിപ്പിക്കാം. ഓക്കെ, ഇനി ഈ ഡിയും ഈ ബിയും തമ്മിൽ യോജിപ്പിക്കാം. ഇനി ഇത് ഓൾറെഡി നമുക്കിവിടെ ജോയിൻ ആണ്. അപ്പോൾ നോക്കിയേ, നിങ്ങൾക്ക് ഈ സ്ക്വയർ കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്ക്വയർ സൈഡ് 5.25, അതായത് 5.25. ഇതും 5.25 ആയിരിക്കും, ഇതും 5.25 ആയിരിക്കും, ഇതും 5.25 ആയിരിക്കും, ഇതും 5.25 ആണ്. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞ ഈ സ്ക്വയർ ഇവിടെ വരച്ചെടുക്കാൻ പറ്റി അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്കെയിലിൽ മെഷർ ചെയ്യാൻ പറ്റാത്ത ലെങ്ത്തുള്ള സൈഡുള്ള ഇങ്ങനത്തെ ഫിഗേഴ്സ് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഡബിൾ എടുത്തിട്ട് ആ ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് പകുതിയാക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് നമുക്ക് അവിടെ കിട്ടും. ആ ലെങ്ത്ത് നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്തിട്ട് ആ ഫിഗറിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളിതൊക്കെ വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ സെക്ഷനിൽ നമ്മളെടുത്ത പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഓരോന്നെടുത്ത് വരച്ച് പഠിച്ച് നോക്കുക. ഓക്കെ, എന്തെങ്കിലും കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ബാക്ക് പോയിട്ട് ഒന്നും കൂടെ വരച്ച് പഠിക്കാം കേട്ടോ.